കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അപ്രതീക്ഷിതവും എന്നാൽ അതിശക്തവുമായ ഒരു പുതിയ അച്ചുതണ്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. കിഴക്കമ്പലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് അധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയായ 2020 BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമാകുന്നു എന്ന വാർത്ത കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റാൻ പോകുന്ന ഒന്നാണ്. 2026 ജനുവരി 22 BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബും കൊച്ചിയിൽ നടത്തിയ കൂടിക്കാഴ്ചയോടെയാണ് ഈ സഖ്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് നടന്ന ഈ നീക്കം കൃത്യമായ രാഷ്ട്രീയ ആസൂത്രണത്തിന്റെ ഫലമാണ്. 2020 രൂപീകരണത്തിന് ശേഷം ഇതാദ്യമായാണ് അവർ ഒരു വലിയ ദേശീയ മുന്നണിയുടെ ഭാഗമാകുന്നത്. ഇതിന് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. കിഴക്കമ്പലം മേഖലയിൽ ഇടതു വലത് മുന്നണികൾ ഒത്തുചേർന്ന് 2020 തകർക്കാൻ നടത്തുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പിൻബലം അനിവാര്യമാണെന്ന് സാബു ജേക്കബ് തിരിച്ചറിയുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളോടുള്ള സാബു ജേക്കബിന്റെ പരസ്യമായ താല്പര്യം ഈ സഖ്യത്തിന് വഴിമരുന്നിട്ടു. വികസന കാഴ്ചപ്പാടുള്ള സർക്കാരാണ് കേന്ദ്രത്തിലേതെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇതിന്റെ സൂചനയായിരുന്നു. ഈ സഖ്യത്തിലേക്ക് 2020 നയിച്ച പ്രധാന ഘടകം അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഫലങ്ങളാണ്. 2020 തൂത്തുവാരിയ കുന്നത്തുനാട്, മഴുവന്നൂർ എന്നീ പഞ്ചായത്തുകളിൽ ഇത്തവണ 2020 ഭരണം നഷ്ടപ്പെട്ടു. കിഴക്കമ്പലത്ത് ഭരണം നിലനിർത്താനായെങ്കിലും സീറ്റുകളുടെ എണ്ണം 14 കുറഞ്ഞു. 2020 തോൽപ്പിക്കാൻ പല വാർഡുകളിലും LDFും UDFും ഒത്തുചേർന്ന് പൊതു സ്വതന്ത്രരെ നിർത്തിയത് അവർക്ക് വലിയ തിരിച്ചടിയായി. കൊച്ചി കോർപ്പറേഷൻ പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച 50ലേറെ ഡിവിഷനുകളിൽ മത്സരിച്ചെങ്കിലും കാര്യമായ ചലനമുണ്ടാക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ തനിക്ക് മത്സരിക്കുന്നത് ഭാവിയിൽ പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന തിരിച്ചറിവാണ് NDA പ്രവേശനത്തിന് കാരണമായത്. കേരളത്തിലൊരു മൂന്നാം ശക്തിയായി വളരാൻ ശ്രമിക്കുന്ന BJPക്ക് 2020 വരവ് വലിയൊരു മുതൽക്കൂട്ടാണ്. എറണാകുളം ജില്ലയിലെ മധ്യവർഗ വോട്ടർമാർക്കിടയിലും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലും 2020 വലിയ സ്വാധീനമുണ്ട്. ഇത് BJPക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അഴിമതിരഹിതവും വികസന കേന്ദ്രീകൃതവുമായ ഒരു പ്രതിച്ഛായയുള്ള 2020യുമായുള്ള സഖ്യം BJPയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കും. ഈ സഖ്യം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും. കുന്നത്തുനാട്, കൊച്ചി, തൃക്കാക്കര, വൈപ്പിൻ തുടങ്ങിയ മണ്ഡലങ്ങളിൽ മത്സരം കടുത്ത ത്രികോണ പോരാട്ടമായി മാറും. പരമ്പരാഗതമായി UDFന് ലഭിച്ചിരുന്ന നിഷ്പക്ഷ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും NDA മുന്നണിയിലേക്ക് ഒഴുക്കാൻ ഈ സഖ്യം കാരണമായേക്കാം. വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് 2020യെ നേരിട്ടിരുന്ന LDFന് ഇനി അവരെ രാഷ്ട്രീയമായി നേരിടേണ്ടി വരും. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായിരുന്ന കാലം മുതൽക്കേ സാബു ജേക്കബുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. കിറ്റെക്സ് ഗ്രൂപ്പ് കേരളം വിടുമെന്ന് പ്രഖ്യാപിച്ച സമയത്ത് പരസ്യമായ പിന്തുണയുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരുന്നു. ഈ വ്യക്തിപരമായ സൗഹൃദമാണ് ഇന്ന് വലിയൊരു രാഷ്ട്രീയ സഖ്യമായി മാറിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായതോടെ നീക്കത്തിന് വേഗത കൂടി. കിഴക്കമ്പലത്ത് നടപ്പിലാക്കിയ ഭക്ഷ്യസുരക്ഷാ ചന്തകൾ, മികച്ച റോഡുകൾ, വീട് നിർമ്മാണ പദ്ധതികൾ എന്നിവയെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ ഈ സഖ്യത്തിലൂടെ സാധിക്കും. ഇത് വോട്ടർമാരെ ആകർഷിക്കാൻ NDA ആയുധമാകും. 2020 NDAയുടെ ഭാഗമാകുന്നത് LDFനെയും UDFനെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ കോട്ടയായ എറണാകുളത്ത് BJP ശക്തിപ്പെടുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ അസ്വസ്ഥമാക്കുന്നു. കോർപ്പറേറ്റ് രാഷ്ട്രീയവും വർഗീയ രാഷ്ട്രീയവും കൈകോർക്കുന്നു എന്നാണ് CPM ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ജനകീയ വികസനത്തെ എതിർക്കാൻ അവർക്ക് പ്രയാസമാകും. കേരളത്തിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന പുതിയ കേരളം എന്ന മുദ്രാവാക്യത്തിന് 2020യുടെ വികസന പാരമ്പര്യം വലിയ പിന്തുണ നൽകും. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിന്റെ ചാലകശക്തിയായി NDA സഖ്യം മാറുമോ എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. ഇടതും വലതും മാറി മാറി ഭരിച്ചിരുന്ന കേരളത്തിൽ ഒരു മൂന്നാം ബദൽ എന്ന നിലയിൽ NDAയും 2020യും എത്രത്തോളം വിജയിക്കുമെന്ന് വരും ദിവസങ്ങളിലെ പ്രചാരണങ്ങൾ തെളിയിക്കും. ഉറപ്പായും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തിനാണ് ഇന്ന് കൊച്ചിയിൽ തുടക്കമിട്ടിരിക്കുന്നത്.